ഒരു കായിക അഭ്യാസയ്ക്ക് ഒരു കല അല്ലെങ്കിൽ ഒരു കായിക വിനോദം സ്വന്തമാക്കണമെങ്കിൽ ഒരു പരിശ്രമം വേണം, ഒരു പരിശീലനം വേണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് യുവജനങ്ങളുമായിട്ടാണ്. ആഗ്രഹമുണ്ട് നന്നാവാൻ, എന്നാൽ പരിശ്രമം പലരും കുറയാറുണ്ട്. പലപ്പോഴും യുവജന ധ്യാനങ്ങൾ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കും, അച്ഛാ സാഹചര്യങ്ങൾക്ക് മാറ്റമില്ല, പഴയ സാഹചര്യങ്ങളിൽ പോകുന്നു. ഞാൻ അവരോട് പറയും, മക്കളെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, അതേ സാഹചര്യത്തിൽ ഒരു ധ്യാന രീതിയെ സ്വന്തമാക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ധ്യാനം കഴിഞ്ഞ് 33 ദിവസം നിങ്ങളുടെ ഹൃദയത്തെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് ഈശോയുടെ ഹൃദയത്തിന് അനുരൂപപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ ചോദിക്കും, അച്ഛാ അതിന് എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ പറയും, നമുക്ക് ഈ 33 ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങാം. എല്ലാ ദിവസവും രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിൻ്റെ ആഴം ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം അനേകം യുവജനങ്ങളുടെ ജീവിതത്തിൽ ഇത് മാറ്റം വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടം പറയുന്ന ഒരു കാര്യമുണ്ട്, യുവാക്കൾ യുവതികളൊന്നും ശരിയാവില്ല, അവരെല്ലാം നശിച്ചു പോകുള്ളൂ. എന്നാൽ ബൈബിള് പറയുന്നത് അങ്ങനെയല്ല. പാപം എവിടെ വർദ്ധിക്കുന്നുവോ അവിടെ കൃപ അതിലേറെ വർദ്ധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസം യുവജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് ആഗ്രഹമുണ്ട് ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ. അതുകൊണ്ട് ഈ വരുന്ന ജൂലൈ 13 മുതൽ ഓഗസ്റ്റ് 15 വരെ എല്ലാ യുവജനങ്ങളെയും ക്ഷണിക്കുകയാണ്. ഗുഡ്നസ് TV-യിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ദൈവകൃപയിലേക്ക് അമ്മയുടെ കരം പിടിച്ച് വിശുദ്ധനായ കാർലോ അക്വിറ്റസിനെ പോലെ നമുക്കും ഈ കാലഘട്ടത്തിലെ എല്ലാ നവമാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോഴും അത് വിശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം. അതിനുള്ള കൃപ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ.